ഹലോ ഗായ്സ്, ഒരു ക്യുക്കായിട്ടുള്ള ലെമൺ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കുറച്ച് ഉരുദാൽ, ചനാദാൽ, പീനട്ട്, കാഷ്യൂനട്ട്, ചോപ്ഡ് ജിഞ്ചർ, ഒരു ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് വേവായ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്തിരിക്കുന്ന അനിയൻസ് ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ. ആ ക്ലിപ്പ് ഇതിനകത്തില്ല കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കിനും അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ടർമറിക്, അതായത് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇല്ലെങ്കിൽ ഒരുമാതിരി ചൊവയായിരിക്കും കേട്ടോ. ഇനി അത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് ആവശ്യത്തിന് നമ്മൾ പിഴിഞ്ഞ് ചേർക്കുക. പുളി എത്ര വേണോ അത്ര ചേർക്കാം. ഇനി ഇതൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ. പിന്നെ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊന്നി റൈസാണ്. പൊന്നി റൈസാണ് മെയിനായിട്ട് നമ്മൾ ലെമൺ റൈസിന് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൈസ് തന്നെ ചൂസ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മഞ്ഞ കളർ ആ ചോറയിൽ മൊത്തം ഒന്ന് ആക്കിയെടുക്കുക. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇതെല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റ്. അതെ, കൊള്ളാം. ഞാനും ടേസ്റ്റ് നോക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.